നമ്മുടെ യാത്ര തുടരുകയാണ്. JB സെൻട്രലിൽ നിന്നും നമുക്ക് പോകേണ്ടത് ലെർക്കിൻ ബസ് ടെർമിനലിലേക്കാണ്. യാത്ര ഒരു പ്രാദേശിക ബസ്സിലാകുവാണെങ്കിൽ കൂടുതൽ ഹൃദ്യമാകും. ടാക്സികളും ഗ്രാബ് സമ്പ്രദായങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിലും പ്രാദേശിക ബസ്സിലുള്ള യാത്ര ഒരു പ്രത്യേക അനുഭവമായി തോന്നിയതിനാൽ അങ്ങനെ തന്നെ ആവാം യാത്ര എന്ന് നിശ്ചയിച്ചു. JB സെൻട്രലിലെ ആ വലിയ തിരക്കിൽ നിന്ന് ബസ്സിലേക്ക് കയറുമ്പോൾ അവിടെയുള്ള മനുഷ്യരുടെ മുഖങ്ങളിൽ പലതരം കഥകളുണ്ട്. തൊഴിലിടങ്ങളിലേക്ക് പായുന്നവർ, നാട്ടിലേക്ക് പോകുന്നവർ, കുടുംബത്തെ കാണാൻ കാത്തിരിക്കുന്നവർ. പ്രാദേശിക ബസ്സുകളിൽ സഞ്ചരിക്കുമ്പോൾ നാം പലപ്പോഴും ശ്രദ്ധിക്കാറില്ലാത്ത ഒരു ലോകമാണ് നമുക്ക് ചുറ്റും വിരിയുന്നത്. ബസ് പതിയെ JB സെൻട്രലിൽ നിന്നും ഇറങ്ങുമ്പോൾ നഗരത്തിൻ്റെ കെട്ടിടങ്ങൾ മാറി മറിയുന്നു. ജനാലകളിലൂടെ നോക്കുമ്പോൾ കാണുന്ന ആ കാഴ്ചകൾ വികസിതവും എന്നാൽ പാരമ്പര്യത്തെ കൈവിടാത്തതുമായ ഒരു ജോഹ്ബാറുവിനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ചരിത്രപരമായി നോക്കിയാൽ ജോഹ്ബാറു മലേഷ്യയുടെ വാണിജ്യ കേന്ദ്രമായി മാറിയതിൽ ലെർക്കിൻ ടെർമിനലിന് വലിയ പങ്കുണ്ട്. ഒരു കാലത്ത് ചെറിയൊരു ബസ് സ്റ്റോപ്പായിരുന്നു ലെർക്കിൻ. ഇന്ന് ജോഹ്ബാറുവിൻ്റെ പ്രധാനപ്പെട്ട യാത്രാ ഹബ്ബാണ് ഈ ബസ് ടെർമിനൽ. റോഡുകൾ പതിറ്റാണ്ടുകളായി എത്രയോ ജനങ്ങളെയും അവരുടെ സ്വപ്നങ്ങളെയും വഹിച്ചുകൊണ്ടാണ് കടന്നുപോയിട്ടുണ്ടാവുന്നത്. ആ വലിയ ചരിത്രത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഈ ബസ് യാത്ര. ലെർക്കിൻ ബസ് ടെർമിനലിലേക്കുള്ള അടുപ്പം ബസ് മുന്നോട്ട് പോകുമ്പോൾ നഗരത്തിൻ്റെ കാഴ്ചകൾ വീണ്ടും മാറുന്നു. വഴിയിലുടനീളം കാണുന്ന ചെറിയ കടകളും പ്രാദേശിക കച്ചവടങ്ങളും നമുക്ക് നൽകുന്നത് ഒരുതരം ഗുഹാതൃത്വമാണ്. ലെർക്കിൻ ബസ് ടെർമിനലിലേക്ക് അടുക്കും തോറും ബസ്സിലെ തിരക്കുകൾ കൂടുന്നു. ടെർമിനലിൻ്റെ വലിയ കെട്ടിടം അകലെ നിന്ന് തന്നെ ശ്രദ്ധിക്കപ്പെടുന്നു. ഇവിടെ എത്തുമ്പോൾ മാത്രം അനുഭവപ്പെടുന്ന ഒരു പ്രത്യേക ഊർജ്ജമുണ്ട്. അത് യാത്രകളുടെയും സമാഗമനങ്ങളുടെയും ഊർജ്ജമാണ്. ലെർക്കിൻ ടെർമിനൽ ബസ് നിർത്തുമ്പോൾ ഞാൻ ആ വലിയ ലോകത്തേക്ക് ഇറങ്ങുന്നു. ഒരു 20 മിനിറ്റിൻ്റെ ചെറിയ യാത്ര, പക്ഷേ അത് സമ്മാനിച്ച കാഴ്ചകൾ അവിസ്മരണീയമാണ്. നിങ്ങൾക്കും ജോഹ്ബാറുവിൽ എപ്പോഴെങ്കിലും സമയം ലഭിക്കുകയാണെങ്കിൽ ടാക്സികളേക്കാൾ ഒരു പ്രാദേശിക ബസ്സിൽ യാത്ര ചെയ്തു നോക്കൂ. നഗരത്തിൻ്റെ യഥാർത്ഥ സംഗീതം കേൾക്കാൻ അതിലും നല്ലൊരു മാർഗമില്ല. യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നതല്ല, അഥവാ പുതിയ അറിവുകളിലേക്ക് തുറക്കുന്ന വാതിലുകളാണ്. JBയിൽ നിന്ന് ലെർക്കിനിലേക്കുള്ള ഈ ചെറിയ യാത്ര എനിക്ക് നൽകിയതും അതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ലെർക്കിനിൽ നിന്നും KLലേക്ക്, മലേഷ്യയുടെ തലസ്ഥാനത്തിലേക്കുള്ള യാത്ര തുടരാം.